ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ചെറിയ പ്രബോധനം ദൈവത്തിൻ്റെ ടൈമിങ്ങിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന സമയത്തെക്കുറിച്ച്. സഭാപ്രസംഗി 3-ാം അധ്യായം 11-ാം വാക്യം. സഭാപ്രസംഗി 3-11 വാക്യം. 11. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാനും അവിടുത്തെ നാമത്തെ ഉയർത്തുവാനും കർത്താവെ എന്ന അവസരം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന അപ്പാ അവിടുത്തെ വചനമായി ഞാൻ നിൽക്കുകയാണല്ലോ. അപ്പോൾ അവിടുന്ന് സഹായിക്കണമേ, കൃപയാൽ നിൽക്കണമേ. അപ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രാർത്ഥന കേട്ടനായി സ്തോത്രമെല്ലാം യേശു ക്രിസ്തു നാമത്തിനെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഈ വാക്യത്തിൽ നാം വായിക്കാൻ സാധിച്ചത്, അവൻ സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ സകലവും ഭംഗിയായി ചെയ്തു. അതായത് സകല കാര്യവും, ഈ ലോകത്തെ സകല കാര്യവും, അതായത് ചില കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇച്ചിരി കാര്യങ്ങളോ അങ്ങനെയല്ല, ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ സകല കാര്യങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ നാമും അതിൽ ഉൾപ്പെടുന്നതാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അതായത് സകല കാര്യങ്ങളും അതതിൻ്റെ സമയത്ത്, ആ കറക്റ്റ് സമയത്ത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നു എന്നല്ല ഈ വാക്യം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്ത് കഴിഞ്ഞു. അതും ജസ്റ്റ് ചെയ്തെന്നല്ല. പ്രൈസ് ദി ലോർഡ്. അത് ഏറ്റവും ഭംഗിയായി ചെയ്തെന്നാണ് ഈ വാക്യം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ അതിന് താഴത്തെ വാക്യത്തിൽ പറയുന്നു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു, എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് ആർക്കും കഴിവില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ വാക്യം പറയുന്നത്, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കത് ഗ്രഹിപ്പാൻ കഴിയാത്തതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ, ദൈവം നമ്മെ നടത്തുന്ന വഴികൾ, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ നാം അത് തിരിഞ്ഞു നോക്കിയാൽ നാമും അതിശയപ്പെട്ടു പോകും, നാമും അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ, ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം പല വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയായിരിക്കും. ചിലപ്പം ചില ദിവസങ്ങളായിരിക്കാം, ചില മാസങ്ങളായിരിക്കാം, ചിലപ്പം വേണമെങ്കിൽ അത് വർഷങ്ങളായി നാം ചില വിഷയങ്ങൾ നാം പ്രാർത്ഥിക്കുകയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ഉത്തരം, അതിൻ്റെ ഒരു വിടുതൽ നാം ജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ, കാണാത്ത ഒരു അവസ്ഥയിൽ കൂടെ നാം കടന്നു പോവുകയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, അത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു വിഷയം ദൈവത്തിന് ഫുൾഫിൽ ചെയ്തു തരാൻ പറ്റാത്തത് കൊണ്ടോ, ദൈവത്താൽ ആകാത്തത് കൊണ്ടാണോ, അത് പറ്റാത്തത് കൊണ്ടാണോ എന്നല്ല. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിൻ്റെ കറക്റ്റ് ടൈം ആവാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിൽ പറയുന്നു, സകലവും അതതിൻ്റെ സമയത്ത് ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളോ കഷ്ടങ്ങളോ, നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പോലും, നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ദൈവം അത് അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന, നമ്മളെ കൂടെ നടത്തുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അതും നമ്മുടെ ജീവിതത്തിൽ അത് ആ ഒരു വിഷയം അല്ലെങ്കിൽ ദൈവം നമ്മളൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ആകാതെ, അത് നമ്മുടെ ജീവിതത്തിൽ നിവൃത്തികരണമാകാതെ നമ്മുടെ ജീവിതത്തിൽ അത് ആകുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അത് ദൈവത്തിൻ്റെ ആ ടൈം ആകാത്തത് കൊണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ നാം കാണുമ്പോൾ അത് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായി, ഏറ്റവും മധുരമായി നമ്മുടെ ജീവിതത്തിൽ അത് കാണുവാൻ ഇടയായി തീരും. അത് ഈ വാക്യം പറയുന്നത്, അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തിട്ടുണ്ടെന്ന്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഡിലേ അല്ലെങ്കിൽ ഒരു ലേറ്റായിട്ടൊരു റിപ്ലൈ വരുന്നുണ്ടെങ്കിൽ, അത് ദൈവം ഏറ്റവും നന്നായി നമ്മെ നടത്തുവാൻ, ഏറ്റവും നന്നായി അത് ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് പോകുവാനാണ്. പ്രൈസ് ദി ലോർഡ്. അല്ല നമ്മളെ ഡിസ്കറേജ് ചെയ്യുവാനോ നമ്മളെ തകർക്കുവാനോ ഒന്നുമല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ നാം ദൈവത്തെ ഡൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ
പിറുപിറുക്കുവാനോ നാം പാടില്ല. പ്രൈസ് ലോർഡ്. നാം ദൈവത്തെ ഫുൾ ബ്ലൈൻഡ്ലി നാം കണ്ണുമടച്ച് നാം ദൈവത്തെ വിശ്വസിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നാം പഠിക്കണം. അങ്ങനെ നാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും ഫലപ്രദമായി തീരുവാൻ ഇടയായി തീരും. പ്രൈസ് ലോർഡ്. അങ്ങനെ ഒരു ചെറിയൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞ് ഞാൻ ദൈവനാമത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഏവർക്കും അറിയാം അബ്രഹാമും സാറയുടെ സ്റ്റോറി. പ്രൈസ് ലോർഡ്. നമുക്കറിയാം അബ്രഹാം അനേക നാളായി ഒരു കുഞ്ഞില്ലാതെ, അബ്രഹാമും സാറയും അനേക നാളായി ഒരു കുഞ്ഞില്ലാതെ അവർ ഭാരപ്പെട്ട് നടന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. പ്രൈസ് ലോർഡ്. പക്ഷെ നമുക്കറിയാം അവിടെ ദൈവം പല സമയങ്ങളിൽ പലയിടങ്ങളിൽ ദൈവം പല വാഗ്ദത്തങ്ങൾ കൊടുക്കുവാൻ ഇടയായി. പക്ഷേ അനേക നാൾക്ക് ശേഷമാണ് ആ വാഗ്ദത്തം ഫുൾഫിൽ ആകുവാൻ ഇടയായി തീർന്നത്. നമുക്കിന്ന് വേഗത്തിൽ ആ വാക്യങ്ങൾ നോക്കാം. പ്രൈസ് ലോർഡ്. ഉൽപ്പത്തി ജെനസിസ് ചാപ്റ്റർ 12 verses 2. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, ഇവിടെ ദൈവം ആദ്യമായി അബ്രഹാമിന് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. പ്രൈസ് ലോർഡ്. നമുക്കിവിടെ കാണാൻ അതിൻ്റെ താഴത്തെ വാക്യത്തിൽ പറയുന്നു, അബ്രഹാമിന് 75 വയസ്സ് ആയി. ആ സമയത്ത് ദൈവം ആദ്യമായി ഒരു വാഗ്ദത്തം അബ്രഹാമിന് ദൈവം കൊടുക്കുമ്പോൾ അബ്രഹാമിന് ഓൾറെഡി ഓൾഡ് ഏജ് ആയി. ആ ഒരു സമയത്ത് അങ്ങനെ ഒരു പ്രവൃത്തി, ഒരു അത്ഭുതം നടക്കുവാൻ നമ്മൾ മാനസികമായി ചിന്തിക്കുമ്പോൾ അത് ഇമ്പോസിബിൾ ആകും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പിന്നെ രണ്ടാമതായി ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുക്കുന്നു. നമുക്ക് ആ വാക്യം വായിക്കാം. ഉൽപ്പത്തി 15-ാം അധ്യായം അതിന് 4 തൊട്ട് 6-ാം വാക്യം വരെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, ഇവിടെ യഹോവയായ ദൈവം പിന്നെയും അബ്രഹാമിന് ഒരു വാഗ്ദത്തം പിന്നെയും കൊടുക്കുകയാണ്. അതായത് ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും, ഞാൻ നിനക്ക് സന്തതികളെ തരും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ മുകളിലേക്ക് വാക്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന അബ്രഹാം ഒരു കുഞ്ഞു പോലും ഇല്ലാതെ അവിടെ അബ്രഹാം വിഷമിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് മേളത്തെ വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമുക്കിവിടെ ഇപ്പോൾ വായിച്ച വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ ആകാശത്തേക്ക് നോക്കി ആ നക്ഷത്രങ്ങളെ എണ്ണുക. അങ്ങനെ എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള സന്തതികളെ, മക്കളെ ഞാൻ നിനക്ക് തരും എന്ന് യഹോവയായ ദൈവം അവിടെ അബ്രഹാമിന് കൊടുക്കുകയാണ്. അതായത് നമുക്ക് കാണാം ഇവിടെ എന്നിട്ട് അതിൻ്റെ താഴത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ യഹോവയിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വേണമെങ്കിൽ അബ്രഹാമിന് ദൈവത്തോട് പിറുപിറുക്കാം, അല്ലെ വേണമെങ്കിൽ ദൈവത്തിൽ ഒന്ന് ഡൗട്ട് ചെയ്തേക്കാം. പ്രൈസ് ദി ലോർഡ്. അതായത് ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു കുഞ്ഞു പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് നടക്കുന്ന ആ ഒരു സമയത്ത് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുക, നിനക്ക് ഞാൻ നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റാത്ത വണ്ണം ഉള്ള മക്കളെ ഞാൻ നിനക്ക് തരും എന്ന് അബ്രഹാമിനോട് പറയുന്നു. ഒരു കുഞ്ഞു പോലും ഇല്ല, പക്ഷെ അനേക കുഞ്ഞുങ്ങളെ തരുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ അബ്രഹാമിന് ചോദിക്കായിരുന്നു, നമ്മൾ 2 അധ്യായങ്ങൾ മുമ്പ് നാം വായിച്ചു, നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. അവിടെ വേണമെങ്കിൽ അബ്രഹാമിന് ചോദിക്കായിരുന്നു, ദൈവമേ അങ്ങ് എന്നോട് ഇത്ര നാൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡൗട്ട് ചെയ്യുമോ അല്ലെങ്കിൽ പിറുവിറുക്കുകയോ അല്ലെ ഡിസ്കറേജ് ആകുമോ എന്ത് വേണം അബ്രഹാമിന് അവിടെ ചെയ്യുമായിരുന്നു. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവൻ യഹോവയിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം യഹോവയിൽ പൂർണ്ണമായി വിശ്വസിച്ചു. ആ ഒരു അവസ്ഥയോ തൻ്റെ സാഹചര്യമോ ഒന്നും താൻ നോക്കിയില്ല. താൻ കംപ്ലീറ്റ്ലി യഹോവയിൽ അങ്ങ് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചപ്പോൾ അതവനെ നീതിക്കായി കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെ അങ്ങനെ ഒരു ഫെയ്ത്ത്, അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലും കൂടെ കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ആയാലും, എത്ര വലിയ കഷ്ടം നമ്മുടെ ജീവിതത്തിൽ കണ്ടെന്നാലും, അല്ലെങ്കിൽ ഒരു വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യം ആ ഒരു വാഗ്ദത്തം നിറവേറുവാൻ ചിലപ്പം അത് പോസിബിൾ അല്ലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. വാക്ക് മാറാത്തൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഒരു നാളും വാക്ക് മാറാത്തൊരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമുക്ക് കാണാൻ പിന്നെ നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് യഹോവയായ ദൈവം അവർക്ക് ഒരു മകനെ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ വാക്യം വായിക്കാം. ഉൽപ്പത്തി 21 അധ്യായം അതിൻ്റെ 1 വാക്യം. ജെനസിസ് ചാപ്റ്റർ 21. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് വേഴ്സ് തന്നെ പറയുന്നു, യഹോവ ആ വാഗ്ദത്തം ചെയ്ത് നിവർത്തിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, ആദ്യം ഞാൻ പറഞ്ഞു, അബ്രഹാമിന് 75 വയസ്സുണ്ടായിരുന്നു ദൈവം ആദ്യമായി കൊടുക്കുമ്പോൾ, വാഗ്ദത്തം ആദ്യമായി കൊടുക്കുമ്പോൾ. ഇപ്പം ആ വിടുതൽ കൊടുക്കുന്നത് താഴത്തെ വാക്യത്തിൽ പറയുന്നു, തൻ്റെ മകനായ ഇസഹാക്ക് ജനിക്കുമ്പോൾ അബ്രഹാമിന് 100 വയസ്സുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അറിയാം, നല്ലൊരു ടൈം ഡിലേ, ഒരു 25 വർഷത്തെ ഒരു ഡിലേ, ഒരു ലേറ്റ് റിപ്ലൈ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവം നമ്മളോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദൈവം വാക്ക് മാറാത്ത ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതെത്ര ലേറ്റായാലും, എത്ര ജീവിതത്തിൻ്റെ അവസ്ഥകൾ എത്ര ഇമ്പോസിബിൾ ആണെന്ന് കാണിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ദൈവം അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാതെ നമ്മൾ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കാണാൻ സാധിക്കുന്നു, 12 അധ്യായത്തിലാണ് ഫസ്റ്റ് ദൈവം കൊടുക്കുന്നത് വാഗ്ദത്തം. അങ്ങനെ അനേക ചാപ്റ്റേഴ്സ് കടന്നുപോയി, അനേക നാൾ, 25 വർഷം കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അനേക ചാപ്റ്റേഴ്സ്, അനേക ലോർഡ്. ഹല്ലേലൂയ. നാം ആദ്യം വായിച്ച വാക്യത്തിൽ പറയുന്നു, അവൻ ചെയ്യുന്നത് ആർക്കും ഗ്രഹിപ്പാനാവില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം പോകുന്ന യാത്ര ചിലപ്പോൾ അങ്ങനെ ഒരു ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെയോ അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ ലൈഫ് അല്ലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ തീർച്ചയായും നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് ദൈവം നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ജസ്റ്റ് ദൈവത്തിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അവസ്ഥയെ നോക്കി നാം പെറുപിറുക്കുകയോ നാം ഡിസ്കറേജ് ആകുകയോ ഒന്നും ചെയ്യാതെ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്മേൽ കംപ്ലീറ്റ്ലി നാം ബിലീവ് ചെയ്യാൻ, യഹോവയിൽ വിശ്വസിപ്പാനും നാം ഇടയായി തീരണം. അബ്രഹാമിനെ പോലെ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലും വേണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നാം തുടർന്നുള്ള ജീവിതം യഹോവയിൽ നല്ല വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.